വല്യേട്ടാ എയർപോർട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോ ഫ്ലൈറ്റ് എത്തിന്നാ പറഞ്ഞത്. എന്നിട്ടും സേതുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ. വിഷമിക്കാതിരി, നിന്റെ മോൻ ഉടനെ ഇങ്ങെത്തും. പവിത്രം പോയിട്ടുണ്ടല്ലോ കൂട്ടാൻ. സ്വീകരിക്കാനൊന്നും ആരും വരണ്ട. എയർപോർട്ടിലേക്ക് ഒരു കാർ അയക്കാൻ പറ്റില്ല, വലിയ കഷ്ടാട്ടോ. പവിത്രനെ കാറിൽ എയർപോർട്ടിലേക്ക് അയച്ചിരുന്നല്ലോ. ഓ, എങ്കിലും വേറെ വല്ലയിടത്തും വായി നോക്കിയിട്ടുണ്ടാവും. സേതു സാർ ആ ഫ്ലൈറ്റിൽ വന്നിട്ടില്ല. ഞാൻ എയർപോർട്ട് മുഴുവൻ അരിച്ചു പറക്കി. സത്യമാണോ നീ പറയുന്നേ? അതെ, പേടിക്കണ്ട, അപകടമൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇല്ലേ? ഇല്ല. ഉറപ്പാണല്ലോ? ഉറപ്പാ. അപ്പൊ ആ നിൽക്കുന്നാരാ? എങ്ങനെ എത്തി? ഞാൻ ട്രെയിനിൽ വന്നു. അമേരിക്കയിൽ ഇങ്ങോട്ട് ഇപ്പൊ ട്രെയിനും ഉണ്ടോ? ഇതറിഞ്ഞാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോ. മോനെ, മോനും കൂടെ സമ്മതിച്ചിട്ടാണോ ഈ കടുങ്കൈ? കടുങ്കയോ? സേതു മുതലാളിന്റെ നോട്ടീസ് അഡ്വാൻസ് വാങ്ങിച്ചവരൊക്കെ ഒരാഴ്ചനുള്ളിൽ തിരിച്ചടയ്ക്കണം പോലും. 55 വയസ്സ് കഴിഞ്ഞവരെല്ലാം ഉടനെ പിരിച്ചുവിടാണ്. സേതു അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ലല്ലോ. മുതലാളിയെ സൈഡിലാക്കി ഓവർടേക്ക് ചെയ്യാനായിരിക്കും കണ്ണിച്ചോരയില്ലാത്ത ഈ പുതിയ പരിഷ്കാരങ്ങൾ. മോനറിയാലോ, ഈ കമ്പനിന്റെ തറക്കല്ലിട്ട കാലം തൊട്ടേ ഞാൻ ഇവിടെ ഇട്ട് മയ്യത്താവുന്നതുവരെ ഇവിടുത്തെ ജോലി എടുത്ത് കഴിയണം തന്നെയാ പൂതി. നിങ്ങളെയൊന്നും ആരും പിരിച്ചുവിടാൻ പോണില്ല. പോരെ? സേതു, ഇന്ന് തന്നെ ചെയ്യും. സേതു, നിന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്താണെന്ന് എനിക്കറിയാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ആ നോട്ടീസ് സംഘത്തിന് വിളിച്ചേക്കും. അറിവില്ലായ്മ കൊണ്ടല്ല സിദ്ധേട്ടാ, ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. ഫോർ ദ ഗുഡ് ഫ്യൂച്ചർ ഓഫ് അവർ കമ്പനി. എടാ, നിനക്കറിയോ, സ്വന്തം ചോരയും നേരും കൊടുത്ത് ഇവരായി കമ്പനി ഇത്രയും വളർത്തി വലുതാക്കിയെടുത്തത്. ഇവരെയൊക്കെ പിരിച്ചുവിട്ടിട്ട് ഒരു ഫ്യൂച്ചർ നമുക്ക് വേണ്ട. അതൊന്നും ഇവിടെ ശരിയാവില്ല. അങ്ങനെ പറയരുത് സിദ്ധേട്ടാ. ഈ വയസ്സന്മാരെ വഴി ഒഴിവാക്കിയിട്ട് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത കമ്പനിക്ക് ഇരട്ടി ലാഭാ. നിന്റെ വിശദീകരണമൊന്നും ഇവിടെ വേണ്ട. പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി. ഏട്ടൻ വളരെ സില്ലിയായിട്ടാ സംസാരിക്കുന്നു. വെറും ഒരാഴ്ച കൊണ്ട് ഇവിടെ അപ്പാടെ മാറ്റിമറിക്കാമെന്ന് വിചാരിച്ച നീയല്ലേ സില്ലിയായത്? അതുമല്ല, പുതിയ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുമ്പോ എന്നോട് കൂടെ ഒന്ന് ആലോചിക്കണ്ടേ? ഓ, നീ വലിയ അമേരിക്കൻ MBA-കാരനാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെ ഏട്ടനോട് ആലോചിച്ച ഒരു കാര്യം സമയത്തിന് അടുക്കലെന്ന് അച്ഛനും പറഞ്ഞു. ഓ, അത് ശരി. നിന്നെ വെച്ച് എന്നെ തോൽപ്പിക്കാമെന്നായിരിക്കും അയാളുടെ പരിപാടി. അതൊന്നും ഇവിടെ നടക്കില്ല. ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണം പുറത്ത്. കിടക്കട പുറത്ത്. അത് പറയാൻ താനാരാ? തന്നെയൊക്കെ അവകാശം എനിക്കുണ്ട് ഇവിടെ. കൂടുതൽ ചിലക്കാതെ ഇറങ്ങി പോടാ. പോകാൻ തന്റെ വട്ട് എന്റെ കാണിക്കണ്ട. പണ്ടെങ്ങ ഒരു അമ്മ അടിച്ചതിന്റെ പേരും പറഞ്ഞ് താൻ എന്റെ അച്ഛനെ വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആ ഭ്രാന്ത് എന്റെ കാണിച്ചാണ്ടല്ലോ, പിടിച്ച് ചങ്ങലക്കിട്ട് ഞാൻ. നീ നമ്മളെ മുതലാളിനെ വല്ലതും പറഞ്ഞ പറഞ്ഞോട്ടെ മുതലാളി, ഞാൻ